നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ചില ന്യൂസുകൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരമായ ചില ന്യൂസുകൾ ചിലവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുമ്പം അത് പ്രതിഫലിക്കുന്നത് കുട്ടികളുടെ ഭാവിയാണ്. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് സാറേ +2 സേ പരീക്ഷ മാറ്റി സാർ അറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇല്ലാത്ത ഒരു ഡേറ്റ് ഉണ്ടാക്കി നമ്മൾ അങ്ങനെ സംഭവങ്ങളോ ഇല്ലാത്ത ന്യൂസുകൾ ചെയ്യത്തില്ല. പലരും പറഞ്ഞേക്കുന്നത് ജൂൺ 29 അല്ല പരീക്ഷ, അത് മാറ്റി ജൂലൈ 13 മുതൽ ജൂലൈ അവസാനം വരെ എന്നുള്ളതിലോട്ട് മാറ്റി. ഒരു കാര്യം ഓർത്തോണം, പരീക്ഷ ഒരു കാരണവശാലും മാറ്റത്തില്ല. അത് നിങ്ങൾ ആദ്യം ഒരു ജൂൺ 29 എന്ന് പറയുന്നത് ജൂൺ 29-ാം തീയതി തന്നെ പരീക്ഷ നടക്കും. കാരണം ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസിന് നിങ്ങൾക്ക് പോകണ്ടേ. മിക്കവാറുള്ള കുട്ടികളുടെയൊക്കെ ജൂലൈ അവസാനമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പലതിനും നമുക്ക് പോകാൻ പറ്റുന്നില്ല. റിസൾട്ടൊക്കെ വരുമ്പോൾ ഓഗസ്റ്റ് ആവും. ഇതാണ് കറക്റ്റ് ഡേറ്റ്, ജൂൺ 29. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഡേറ്റ് നടക്കാനാണ്. അല്ലാതെ ജൂലൈ 13 തുടങ്ങി ആരോ കുറച്ച് പേര് പറയുന്നത് അതങ്ങ് കാട്ടുതീ പോലെ അങ്ങ് പടരും. ഇത് വലിയൊരു ദോഷമാണ്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ജൂൺ 29 തന്നെയാണ് പരീക്ഷ. ഇനി പലരും ചോദിക്കും, ഈ ഒരു മാസം കൊണ്ട് മാഷെ പഠിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ വാച്ചസിലൊക്കെ 15 ദിവസം കൊണ്ട് തീർക്കും. അതായത് ജൂൺ 15-ാം തീയതി തൊട്ട് ഫുൾ പോർഷൻ തീർത്തിട്ട് പിന്നെ ബാക്കി പകുതി ദിവസം, അതായത് 14 ദിവസത്തോളം നമുക്ക് റിവിഷൻ ക്ലാസ്സാണ്. അന്നേരം നമുക്ക് ഏത് കുട്ടിക്കും ജയിക്കാൻ പറ്റത്തില്ലേ? ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. അത് ഒരാൾക്കും 100% പ്രെഡിക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിപ്പിക്കാം, ഞങ്ങൾ ജയിപ്പിക്കും പറയുന്നതല്ലാതെ റിസൾട്ടിൽ അത് പ്രതിഫലിപ്പിക്കാൻ ഒരാൾക്കും +2 സേയുടെ കാര്യത്തിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം, അങ്ങനെ ഒരാൾക്ക് പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് കാണുന്ന കുട്ടികൾക്കും അറിയാം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്ന കാര്യം അത്രയും വെല്ലുവിളിച്ചാണ് പറയുന്നത്. കാരണം അത്രയും റിസൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് എന്ന് കൊടുക്കുക. ഏറ്റവും ചെറിയ ഫീസ് ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചാനലിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ഫീസേ ഉള്ളൂ. വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് ജയിക്കാം. എല്ലാ കേരളത്തിലെ കുട്ടികളും ജയിക്കട്ടെ. ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ വിശ്വസിക്കാതിരിക്കുക. നെവർ എവർ ഗീവ് അപ്പ്.